മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള ഗാനം ഇപ്പോഴും കുട്ടികൾ പാടുന്നുണ്ട്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എത്ര തവണ റേഡിയോയിലൂടെ നമ്മൾ കേട്ടതാണ്. ഉച്ചഭക്ഷണത്തിലിരിക്കുന്ന സമയത്ത് ഒന്ന് കണ്ണടയ്ക്കുന്ന സമയത്ത് ആ പാട്ട് കേൾക്കാതെ കണ്ണടയ്ക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. നഷ്ടപ്പെട്ടു പോകുന്നത് ആ സ്വരമാധുരി കൂടിയാണ്, അല്ലേ വി എസ് വിജയത്ത്? ഡോക്ടർ തീർച്ചയായിട്ടും നമുക്കറിയാം, അദ്ദേഹം പ്രേംനസീറിന് വേണ്ടി പാടുമ്പോഴും പിന്നീട് കുഞ്ചാക്കോവിന് വേണ്ടി പാടുമ്പോഴും പിന്നീട് പൃഥ്വിരാജിന് വേണ്ടി പാടുമ്പോഴും ഒക്കെ ആ ശബ്ദ സൗകുമാര്യം ഇങ്ങനെ ആഴവും തീവ്രവും വർദ്ധിച്ചതല്ലാതെ അതിൻ്റെ യൗവനം ഒരിക്കലും നശിച്ചു പോയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഗായകരെ നമ്മൾ ഒരിക്കലും യശശരീരികൾ എന്ന് പറയാറില്ല, അവർ അശരീരികളായിട്ട് ജീവിക്കുന്നവരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് ഇല്ലാതായാൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദ ശരീരത്തിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കും. കാരണം അത്ര ഭാവസാന്ദ്രമാക്കിയിട്ടുണ്ട് മലയാളികളുടെ എല്ലാ ഭാവങ്ങളെയും. നമ്മൾ സംഗീതത്തെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായിട്ട് അറിയില്ലെങ്കിൽ കൂടി സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഈ സ്വരവും ശ്രുതിയും ഒന്നും ശരിയായില്ലെങ്കിലും ഭാവം ശരിയായി കഴിഞ്ഞാൽ, ഭാവശരീരം ശരിയായി കഴിഞ്ഞാൽ ആ സംഗീതത്തിൽ അല്പം സ്വരവും ശ്രുതിയും ഒന്നും തെറ്റിയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ഭാവശരീരം കൊണ്ട് ഭാവാത്മകമാക്കിക്കൊണ്ട് സംഗീതത്തെ നിലനിർത്തിയ ഒരു പാട്ടുകാരനായിരുന്നു അദ്ദേഹം. ഏത് ഭാവമാണെങ്കിലും, അത് പ്രണയമാണെങ്കിലും അല്ലെങ്കിൽ വിരഹമാണെങ്കിലും അല്ലെങ്കിൽ ഭക്തിയാണെങ്കിലും ഒക്കെ, ഈ ഭക്തിയിലൊക്കെ നമ്മൾ സാധാരണ പറയും, ഈ വിഘ്നേശ്വര ജന്മനാളികേരം നിൻ്റെ തൃക്കാൽക്കൽ ഉടയ്ക്കുവാൻ വന്നു എന്ന് ജയചന്ദ്രൻ പറയുമ്പോൾ അദ്ദേഹം ആ പാട്ട് പാടുമ്പോൾ കണ്ണടച്ചുകൊണ്ടേ പാടാറുള്ളൂ. നമ്മളെപ്പോഴും വേദിയിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ പാട്ടിൽ വിഘ്നേശ്വര എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഘ്നേശ്വരൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വിരഹമെന്ന് പറയുമ്പോൾ സാധാരണ മലയാളത്തിലൊരു പാട്ടുണ്ട്, വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം എന്നുള്ളത്. പക്ഷേ ജയചന്ദ്രൻ്റെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം കാത്താടി പോലെ ആടുതെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് വിരഹമുണ്ടാവുകയും ആ വിരഹകാമുകൻ്റെ വിങ്ങൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്യും. അതുപോലെ നൂറുകണക്കിന് പ്രണയഗാനങ്ങളാണ്. നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്ന് പറയുന്നതും, അതുപോലെ എത്ര പ്രണയഗാനങ്ങൾ, നമ്മുടെയൊക്കെ പ്രണയത്തെ ഉദ്ദീപിക്കുന്ന നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാവങ്ങളെയും, പ്രണയവും വിരഹവും ഭക്തിയും വാത്സല്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുമോ പൂങ്കുയിലെ എന്ന് ആ കുയിലിനോട് രാത്രി ചോദിക്കുമ്പോൾ അതൊരു അമ്മയുടെ വാത്സല്യമാണ്. എൻ്റെ ഓമൽ ഉറങ്ങുകയാണ്, അതിനെ ഉണർത്തരുത് എന്ന് പറയുന്ന ആ വാത്സല്യമാണെങ്കിലും ഏതു ഭാവത്തെ വേണമെങ്കിലും അതിതീവ്രമായി അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ നമുക്കൊക്കെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് ചോദിക്കുമ്പോൾ അമ്മയും അച്ഛയും ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെയാണ് മോഹൻലാലിനെയോ മമ്മൂട്ടിയോ എന്ന്. അതുപോലെ സംഗീതത്തിൽ നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ജയചന്ദ്രനെയാണോ യേശുദാസിനെയാണോ എന്നുള്ളത്. ചിലരൊക്കെ യേശുദാസൻ എന്ന് പറയും, പക്ഷേ ഭാവഗായകൻ എന്ന ജയചന്ദ്രനാണ് എന്ന് സ്വകാര്യമായി പറയുന്ന എത്രയോ പേരുണ്ടായിരുന്നു. യേശുദാസിനേക്കാൾ എന്നൊക്കെ ചിലരൊക്കെ പറയായിരുന്നു. അത് ഒരു തർക്കമാണ്. പക്ഷേ ആ തർക്കത്തിൽ ജയചന്ദ്രൻ്റെ ഒപ്പം നിന്ന ഒരുപാട് ആളുകൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു. അത് പല തലമുറകളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, 58 യുവജനോത്സവ വേദിയിൽ ഇവർ രണ്ടുപേരും ഒരേപോലെ ശാസ്ത്രീയ സംഗീതത്തിന് വേണ്ടി മത്സരിക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് 1ാം സ്ഥാനം യേശുദാസനും 2ാം സ്ഥാനം ജയചന്ദ്രനുമാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അതൊരു വലിയ അപ്പീലിലേക്കോ തർക്കത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷേ അങ്ങനെ അപ്പീലും തർക്കമൊന്നും ഇല്ലാതെ അവർ 1ഉം 2ഉം സ്ഥാനം നേടിയെന്ന് മാത്രമല്ല, ആ കൊല്ലം മൃദംഗ വായനയിൽ 1ാം സ്ഥാനം നേടിയ ജയചന്ദ്രൻ പിന്നീട് ആ യുവജനോത്സവ വേദിയുടെ അവസാനം അതിൻ്റെ സമാപന സമ്മേളനത്തിൽ യേശുദാസിന് വേണ്ടി മൃദംഗം വായിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇതേ യേശുദാസിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. ചെന്നൈയിൽ വെച്ച് കാണുന്നത് ജയചന്ദ്രൻ്റെ ഏട്ടനായിട്ടുള്ള സുധാകരൻ്റെ സുഹൃത്തായിരുന്നു യേശുദാസ്. അങ്ങനെ ഈ ജയചന്ദ്രനെ പാട്ടിൻ്റെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ഇതേ യേശുദാസ് തന്നെയാണ് എന്നുള്ളതൊക്കെ ഒരു നീതിയുടെ ആകസ്മികത മാത്രമാണ്. കാരണം ജി ദേവരാജ മാഷ് മാണിക്യ വീണയുമായി എന്ന പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ആ പാടാൻ വേണ്ടി യേശുദാസിനെ വിളിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ജയചന്ദ്രനെ. അങ്ങനെയാണ് ജയചന്ദ്രൻ ദേവരാജ മാഷെ കാണുകയും പാട്ടിൻ്റെ ലോകത്തേക്ക്, സംഗീതത്തിൻ്റെ ലോകത്തേക്ക്, സിനിമയുടെ ലോകത്തേക്കൊക്കെ ജയചന്ദ്രൻ വന്ന് കയറുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുദാസുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ ഹൃദയസ്പർശിയായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഈ തർക്കത്തിലൊക്കെ ഇവരെ തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കാറുണ്ട്. ഈ മലയാള ഗാനരംഗത്ത് ജയചന്ദ്രനെ മാറ്റി നിർത്തിയ തർക്കത്തിൽ യേശുദാസിനെ ചേർത്ത് വെച്ച് പറയാറൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർ തമ്മിലുള്ള ഹൃദയബന്ധത്തെ അത്രമേൽ ആഴത്തിലാണ് ജയചന്ദ്രൻ പല ഘട്ടങ്ങളിൽ ഓർത്തെടുക്കുന്നത്. മാത്രമല്ല, ജയചന്ദ്രനെ ഈ സംഗീത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ഗുരുവര്യന്മാരായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്കൂളിലുണ്ടായിരുന്ന രാമനാഥൻ മാഷയാണ്. ഈ രാമനാഥൻ മാഷ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, ഈ ജയചന്ദ്രൻ ഒരു സാഹിത്യ സമാജം പരിപാടിയിലാണ് ആദ്യമായിട്ട് പാടാൻ വേണ്ടി വരുന്നത്. അങ്ങനെ പാടാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ലളിതഗാനം പാടുന്നു. ആ ലളിതഗാനം പാടുന്ന സമയത്ത് അനായാസമായി ആയാസരഹിതമായ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞു ബാലൻ വന്ന് പാടുന്നു. ഒരു പാട്ടുകൂടി പാടണമെന്ന് ആ മാഷ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ വീണ്ടും നിർഗളമായ ആ ബാലൻ പാടുന്നു. ആ വേദിയിൽ വെച്ച് ആ മാഷ് പറഞ്ഞു, ഇത്ര ഇവനെ ഇവിടെ നിന്ന് പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ അടുത്ത യുവജനോത്സവ മത്സരത്തിലേക്ക് കേരളത്തിലെ ആദ്യത്തെ യുവജനോത്സവ മത്സരത്തിൽ പാടാൻ കൊണ്ടുപോകുമ്പോൾ 1ാം സ്ഥാനം ഉറപ്പിച്ചാണ് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് മലയാളത്തിൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. അതിൽ 1ാം സ്ഥാനം യേശുദാസനും 2ാം സ്ഥാനം ജയചന്ദ്രനുമാണ്. ഇപ്പോഴും മലയാളികൾക്ക് അറിയില്ല പാട്ടിൻ്റെ ശാഖയിൽ നമ്മൾ ജയചന്ദ്രനാണോ യേശുദാസാണോ 1ാം സ്ഥാനത്ത്. യേശുദാസിനെ നമ്മുടെ മുതിർന്ന ഗായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുമ്പോൾ ഭാവഗായകൻ എന്ന് വിളിച്ച് നമ്മളെ കൂടെ ചേർത്ത് നിർത്തി നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളെയും ഒക്കെ ഉദ്ദീപിക്കുന്നൊരു ഗായകനാക്കി. അത് മലയാളികളുടെ ഏത് വികാരത്തെയാണെങ്കിലും, പ്രണയമോ ഭക്തിയോ വിരഹമോ വാത്സല്യമോ ഏത് വികാരത്തെ വേണമെങ്കിലും ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗായകനാക്കി നമ്മൾ അദ്ദേഹത്തെ കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ വയസ്സായി എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ ആ വയസ്സായ സമയത്താണ് അദ്ദേഹം കുഞ്ചാക്കോ ബോബന് വേണ്ടിയും പൃഥ്വിരാജിന് വേണ്ടിയിട്ടും ഒക്കെ പാടിയിട്ടുള്ളത്. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഏതോ ഒരു സംസ്ഥാനത്തിൽ 5 തവണയാണല്ലോ മികച്ച ഗായകനുള്ള പുരസ്കാരം കിട്ടിയത്. ഒരു തവണ ദേശീയ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. 5 തവണ കിട്ടിയ പാട്ടുകൾ ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. 1972 പണിതീരാത്ത വീടുകൾ എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന് പറയുന്ന മനോഹരമായ ഗാനം, അത് പാടുന്നത് എനിക്കൊന്ന് പ്രേം നസീറാണെന്ന് തോന്നുന്നു, ആ സിനിമയിലെ നായകൻ. അത് അന്ന് 1972 പിന്നീട് 78 രാഗം ശ്രീരാഗം ബന്ധനം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടിന്. അത് കഴിഞ്ഞാൽ പിന്നീടൊരു വലിയ ഗ്യാപ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. പിന്നീട് അദ്ദേഹം എനിക്കൊന്ന് 20 വർഷത്തോളം അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയില്ല. മലയാള സിനിമയിൽ നിന്ന് അദ്ദേഹം പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 1999 നിറം എന്ന ചിത്രത്തിലെ പ്രായം തമ്മിൽ എന്ന് പറയുന്ന മനോഹരമായ ഗാനം പുതിയ തലമുറകൾ ഏറെക്കാലം ചുണ്ടിൽ പാടി നടന്ന പാട്ടാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് കുഞ്ചാക്കോ ബോബന് വേണ്ടിയാണ് പാടുന്നത്. അപ്പോൾ പ്രേം നസീറിന് വേണ്ടി അവാർഡ് വാങ്ങി, കുഞ്ചാക്കോ ബോബന് വേണ്ടി അവാർഡ് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് 2015 ഈ നമ്മളുടെ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ശാരദാംബരം എന്ന് തുടങ്ങുന്ന ഗാനം, ആ ഗാനത്തിന് വാങ്ങി. അപ്പോൾ പണിതീരാത്ത വീട് മുതൽ എൻ്റെ മൊയ്തീൻ വരെയുള്ള ഒരു നീണ്ട കാലഘട്ടം, അതിനിടയ്ക്കുള്ള 2 പതിറ്റാണ്ട് അദ്ദേഹത്തെ സിനിമയിലെ ഗാനവുമായി ബന്ധപ്പെട്ട സംഗീത ലോകത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ പുറത്തു നിർത്തിയെന്നൊക്കെയാണ് സംഗീത ആസ്വാദകരും നിരീക്ഷകരും ഒക്കെ പറയുന്നത്. അപ്പോൾ അത്രയും വ്യത്യസ്തങ്ങളായ അത്രയും വലിയ കാലഘട്ടത്തിൽ പാടി തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് പറയുന്നുണ്ട് VS രഞ്ജിത്ത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും ഇഷ്ടപ്പെട്ട ആളും അദ്ദേഹം ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായി ഇരുന്നത് മാള അരവിന്ദൻ എന്ന നമ്മുടെ നടനോടൊപ്പമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് ഇന്നിപ്പോൾ ഞാൻ പത്രത്തിലൊരു ഓർമ്മക്കുറിപ്പിൽ വായിച്ചു. മാളയൊക്കെ നമ്മൾ അറിയുന്നതൊരു സിനിമയിലെ ഒരു കൊമേഡിയനായിട്ടാണ്. പക്ഷേ മാള ഒരു സീരിയസ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നതും സംഗീതത്തെക്കുറിച്ചുമൊക്കെ നല്ല ബോധമുണ്ടായിരുന്ന ഒരാളാണെന്നുമൊക്കെ പി ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പി ജയചന്ദ്രൻ ഏറെ വ്യത്യസ്തനായി ജീവിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. അത്ര വലിയ സാധകമൊന്നും ചെയ്യാത്ത, ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ചെറിയ തണുപ്പുള്ള ഭക്ഷണം ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിലും കൃത്യമായ നിഷ്ഠയൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അങ്ങനെ ജീവിച്ചു, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കി, വളരെ എക്സെൻട്രിക്കായി തന്നെ ചില സാഹചര്യങ്ങളിൽ പെരുമാറി. പക്ഷേ അപ്പോഴും വളരെ വിനീതമായ സംഗീതത്തോട്, ആ ഉപാസനയോട് അദ്ദേഹം കാണിച്ചൊരു കമ്മിറ്റ്മെൻറ്റ്, അത് നമുക്ക് മറക്കാൻ കഴിയില്ല.